നേരത്തെ പറഞ്ഞ വളരെ ഒരു ചീസി എന്താ പറയുക ഒരു ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ തോന്നി. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ല 3D, സോ തിയേറ്റർ വാച്ചിന് നല്ലതാണ്. അതർവൈസ് ഒരു വലിയൊരു ടേക്ക് അവേ ആസ് സച്ച് ഒന്നുമില്ല. ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ആനിമേറ്റഡ് ഇതാണ് 3D വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിനെ കുറിച്ച് ഒരു എന്താ പറഞ്ഞൊരു പ്രീക്വൽ എന്നൊക്കെ പറയും ഈ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു സ്റ്റാർട്ട് എന്നുള്ളത്, ബേബി ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള രീതിയിലുള്ളത്. അത് വെച്ച് നോക്കുമ്പം കോൺസെപ്ഷ്യലി കുഴപ്പമില്ല. പക്ഷേ എന്നാലും ആവശ്യമില്ലാത്ത ഇമോഷൻസൊക്കെ കയറ്റിക്കൊണ്ട് ഈ റോബോട്ട്സിൻ്റെ ഇതിൽ വരുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോവും. മെഗട്രോണും ഓപ്റ്റിമസ് പ്രൈമും അവരുടെ തുടക്കത്തിനെ കുറിച്ച് ബേസിക്കലി അവരെങ്ങനെയാണ് അത് ഫോം ചെയ്തത്, എങ്ങനെയാണ് ആ റൈവലറി തുടങ്ങിയത്, വളരെ യങ് റോബോട്ട്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആയിരുന്ന സമയം തൊട്ട് തുടങ്ങിയ ഒരു കഥയെക്കുറിച്ച് കാണിക്കുന്നതാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ വളരെ ചീസി ഒരു സ്റ്റോറി ലൈൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാം. ബിക്കോസ് 3D ചെയ്തേക്കുന്നത് വളരെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ആനിമേഷൻ നല്ല 3D, സോ ദാറ്റ് വിൽ കീപ്പ് യു എൻഗേജിങ് ടിൽ ദ എൻഡ്. അല്ല, ഇത് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞ സീരീസാണ്. അപ്പോൾ അത് നോർമലി ഐ തിങ്ക് മൈക്കിൾ ബേ തന്നെ ഒരുപാട് നാളുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ പ്യുവർ മൂവി ഏറ്റെടുത്തുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യങ്ങർ ഓഡിയൻസിന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ലേറ്റ് 2000s തുടങ്ങിയാണ്. അപ്പം മേ ബി പുതിയ ഒരു ജനറേഷന് അതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ഇത് ചെയ്തത്. ആനിമേഷൻ മേ ബി കൂടുതലും OTT ബേസ് ചെയ്തിട്ടുള്ള കാര്യം ആയിരുന്നു കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ എഗെയിൻ വളരെ ഒരു ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ള രീതിയിലിരുന്ന് കാണാൻ പോവുകയാണെങ്കിൽ യു നോട്ട് ബി സോ ഹാപ്പി. ബട്ട് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഈ ഓപ്റ്റിമസ് പ്രൈമും എങ്ങനെയാണ് ഓപ്റ്റിമസ് പ്രൈം മെഗട്രോൺ ഉണ്ടായത്, അവരുടെ റൈവലറി എന്തുകൊണ്ടാണ് കാരണം, ആൻഡ് ഇവർ ഫ്രണ്ട്സ് ആയിരുന്നു, ടേൺഡ് ഔട്ട് ടു ബി ഫോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതിനെക്കുറിച്ചൊരു ബേസ് കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു മൂവിയായിട്ട് തോന്നി. ട്രാൻസ്ഫോമേഴ്സ് 1 അതാണ് പറഞ്ഞത്. ബേസിക്കലി ചാപ്റ്റർ 1 ബേസിക്കലി എങ്ങനെയാണ് ഇതെല്ലാം തുടങ്ങിയെന്ന് കാണിക്കുന്ന ഒരു മൂവി. എവിടെ തൊട്ട് ഇതെല്ലാം തുടങ്ങി, എന്തുകൊണ്ടാണ് കാരണം, ആരാണ് ഇവർ രണ്ടുപേരും ആക്ച്വലി മിസ്ഗൈഡ് ചെയ്തിട്ട് ഇവർ ആക്ച്വലി ഒരു മൈനിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരായിട്ടാണ് ആദ്യമേ കാണിക്കുന്നത് ഈ റോബോട്ട്സിനൊക്കെ അവരുടെ പ്ലാനറ്റിൽ. പക്ഷേ ആക്ച്വലി അവരുടെ കംപ്ലീറ്റ് സൂപ്പർ പവർ വേറൊരു ഈവിൾ ആയിട്ടുള്ളൊരു വേറൊരു റോബോട്ട് എടുത്തിട്ട് അവരെ കൊണ്ട് മിസ്ഗൈഡ് ചെയ്യിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള സത്യം പ്രൈം അറിയുമ്പോൾ അവസാനം പ്രൈമിന് ശക്തി കിട്ടുമ്പോൾ പ്രൈമിൻ്റെ കൂട്ടുകാരനായ ആൾ തന്നെ മാറി അവസാനം മെഗട്രോൺ ആവുന്നു. ഇപ്പം ഇറ്റ്സ് ഓൾവേസ് ഇപ്പം മെഗട്രോണും പ്രൈമും തമ്മിലുള്ളതാണ് എപ്പോഴും അടി ശരിക്കുള്ള മൂവിയിൽ. അതിൻ്റെ ബേസ് കാണിക്കുന്ന ഒരു സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ് 1. കംപ്ലീറ്റ്ലി ആനിമേറ്റഡ് 3D നല്ലപോലെ ചെയ്തിട്ടുണ്ട്. സോ കീപ്സ് യു എൻഗേജിങ്. അത്ര ഡെഫിനറ്റ്ലി ഈ 3D എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. അല്ലാതെ സ്മോൾ സ്ക്രീനിൽ കണ്ടിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഡിപ്പെൻസ് ഒരു ഏജ് ഗ്രൂപ്പിനുള്ള ഫാമിലി. എനിക്കൊന്ന് ഇപ്പം ഹോളിഡേ സീസൺ ജസ്റ്റ് തിരിയാൻ പോവാണ്. എന്നാലും സ്കൂൾസിലും കോളേജിലുള്ള ആൾക്കാർക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നൊരു സാധനമാണ്. മേ ബി ആ ഒറിജിനൽ ട്രാൻസ്ഫോമർ മൂവീസ് കണ്ടിട്ട് ഇതൊന്ന് കാണുമ്പോൾ ഭയങ്കര ഞാൻ